നിയമലംഘനം നടത്തി ക്യാമറയുടെ മുമ്പിൽപ്പെട്ട് പിഴ വന്നിട്ടും പിഴയടയ്ക്കാതെ നടക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള പണി ഇതാ എത്തിക്കഴിഞ്ഞു മക്കളെ. നിയമലംഘനവും പിഴയടയ്ക്കാതിരിക്കലും ശീലമാക്കിയവരുടെ വാഹനങ്ങൾ കസ്റ്റഡിയിലെടുക്കും. പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും. അത് എവിടാന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ പ്രത്യേക സ്ഥലത്ത് സൂക്ഷിക്കും. പിഴപ്പലിശ സഹിതം അടച്ചു തീർത്ത് നിയമ നടപടികൾ പൂർത്തിയാക്കുമ്പോൾ അതുവരെ വാഹനം സൂക്ഷിച്ചതിൻ്റെ വാടക കൂടി ഈടാക്കും. അതായത് ഇനി മുതൽ ഈ പിഴ മാത്രം അടച്ചാൽ പറ്റില്ല, പിഴയുടെ പലിശ ഒന്ന്, പിന്നെ വണ്ടി കൊണ്ട് പ്രത്യേക സ്ഥലത്ത് പാർക്ക് ചെയ്യുമല്ലോ, അത് ഇനി വല്ല ലുലുവിൻ്റെ പാർക്കിങ്ങിലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര പൈസ കൊടുക്കേണ്ടി വരും എന്നറിയോ? അതുകൊണ്ട് മക്കളെ എല്ലാ ക്യാമറയിലും കുടുങ്ങിയിട്ട് 500 1500 ഒക്കെ പിഴ വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അടച്ച് സ്കൂട്ടായിക്കും. ഒന്നാമത് മോട്ടോർ വാഹന വകുപ്പും സർക്കാരൊക്കെ കിറങ്ങി നടക്കുക. പൈസ ഇല്ലയുടെ ഖജനാവില്ലേ? എത്ര നാൾ നോർത്തിട്ടാണ് ഈ ബീവറേജിലെ പൈസ മാത്രം നോക്കി ജീവിക്കുക? അവിടെ നിന്ന് കിട്ടുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നില്ല. അപ്പം കാര്യമായി പിഴിയേണ്ടി വരും. അപ്പം അതിൽ പെട്ട ആൾക്കാരെ ആയിരിക്കും ആദ്യം പിഴിയുക. പിന്നെ ഇനി പെടാൻ പോകുന്ന നിയമലംഘനം നടത്താൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഡോക്യുമെൻറ്റ്സും വാഹനത്തിൻ്റെ മോഡിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റോട്ടിലോട്ട് ഇറക്കിക്കോ. പണി നല്ലത് വരുന്നുണ്ടാവും റാച്ച.